ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാനൊരു ചിക്കൻ തോരന്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് ഉണ്ടല്ലേ. അപ്പൊ ഈ ചിക്കൻ തോരൻ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ചോറിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. ആദ്യം നമുക്ക് തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ചേരുവകൾ: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉണക്കമുളക്, പിന്നെ ചെറിയുള്ളി. ഇത്രയും ചേരുവകൾ ഒന്നും ഒഴിവാക്കരുത് കേട്ടോ. ഇനി ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ വളരെ കുറച്ച് മാത്രം മതി. നിങ്ങൾ എടുക്കുന്ന ചിക്കന്റെ അളവനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ചെറിയുള്ളി എത്ര കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ ഒന്ന് കൂട്ടി വെച്ച് വഴറ്റിക്കോളും. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പൊ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലുള്ള ചിക്കനോ എല്ലില്ലാത്ത ചിക്കനോ ഏതുള്ള എടുക്കാം. ഞാനിപ്പം എല്ലോട് കൂടി ചെറുതായിട്ട് ചിക്കൻ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയ ശേഷം നമുക്ക് മൂടി വെച്ച്, വെള്ളമൊന്നും ചേർക്കണ്ട, മൂടി വെച്ച് നമുക്ക് ആ ഒരു സ്റ്റീമിൽ തന്നെ ഒരു 10-15 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരും. അടിച്ചു വെച്ച് കൊടുക്കാമേ. ഒരു 15 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. കണ്ടോ, ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചിക്കൻ ഒന്ന് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇത് വെളുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാത്തതുകൊണ്ട്, പക്ഷെ നല്ല എരിവുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പൊ നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമ്മളെപ്പോഴും ചിക്കൻ വറുത്തും കറി വെച്ചൊക്കെയല്ലേ കഴിക്കുന്നത്. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. കാരണം ഈ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5-10 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ചിക്കനിലെ വെള്ളമൊക്കെ നിറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പൈസി ആണ്, നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. എല്ലില്ലാത്ത ചിക്കനാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പൊ ഞാൻ 2 രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഏതായാലും കുഴപ്പമില്ല. ആ ഉണക്കമുളകിന്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന്റെ കൂടെയാണ് കുറച്ച് നല്ല ടേസ്റ്റ് കേട്ടോ. ചോറും ഒരു പുളിശ്ശേരിയും ഈ ഒരു ചിക്കൻ തോരനും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. നമുക്ക് വേഗം തന്നെ സെർവ് ചെയ്യാം. ഗരം മസാല വേണമെങ്കിൽ നമുക്കൊരു ഇത്തിരി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ എല്ലാവരും തയ്യാറാക്കി നോക്കണം. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.